പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ശബരിമലയിൽ മാത്രമാണ് മോഷണം നടത്തിയത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കഴിയുന്നിടത്തെല്ലാം നോക്കിയത് തന്നെ. അതുപ്രകാരം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാടിനങ്ങളിൽ മാത്രം 33 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായുള്ള ഓഡിറ്റ് വിഭാഗമാണ് ഇത്രയും വലിയ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ പണം മോഷ്ടിച്ചുവെങ്കിലും അതിന് പരിഹാരവും അവിടെ നിന്ന് തന്നെ കാണും എന്നാണ് അറിയുന്നത്. അതായത് ക്ഷേത്രത്തിൽ 2025-26 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന JS വിഷ്ണുവിൽ നിന്ന് ഈ തുക ഈടാക്കുമെന്നും അതുവഴി പണം തിരികെ അടപ്പിച്ച് ശിക്ഷാ നടപടിയിൽ നിന്നും വിഷ്ണുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പ്രാതലിൻ്റെയും മറ്റ് വിവിധ വഴിപാടുകളുടെയും യഥാർത്ഥ വരവും രസീതിയിലെ കണക്കും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത്. ഇതാരാണ് നടത്തിയത് എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇടതനുകൂല സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിലെ അംഗമായ വിഷ്ണു തന്നെയാണ് നടത്തിയത്. അപ്പോൾ അമ്പലക്കള്ളന്മാർ എന്ന പേര് കേരളത്തിൽ അവർ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നർത്ഥം. അത് അയോധ്യയിലെല്ലാം സംഘപരിവാർ ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൽ അത് തങ്ങൾ മതിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മോഷ്ടിച്ചെടുത്ത 33 ലക്ഷം രൂപ തിരിച്ചടക്കുന്നതിനും പുറത്താരോടും ചോദിക്കാനില്ല. ഇപ്പോഴത്തെ നീക്കം അതിനും വഴികൾ സഖാക്കൾ തന്നെ കണ്ടെത്തി എന്നാണ് അറിയുന്നത്. അതായത് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം ജീവനക്കാരുടെ സഹകരണ സംഘത്തിൽ നിന്ന് തന്നെ തുക പിൻവലിച്ച് ദേവസ്വത്തിൽ അടക്കാനാണ് പുതിയ നീക്കം. ദേവസ്വം ബോർഡിലെ ഇടത് യൂണിയനാണ് ആ സംഘവും ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മോഷ്ടിക്കാൻ മാത്രമല്ല മോഷ്ടിച്ച തുക തിരിച്ചടക്കാനും സഹായം ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഇനി പോലീസ് കണ്ടെത്തേണ്ടുന്ന പണി. അത് ഇത്രയും വലിയ തുക ഒരു സഹകരണ സംഘം തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇതിൻ്റെ മറ്റു നേതാക്കൾക്കും പങ്കുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതേ വൈക്കം ക്ഷേത്രത്തിലെ ജീവനക്കാരനായ MC കൃഷ്ണകുമാറാണ് ആ സംഘത്തിൻ്റെ പ്രസിഡന്റും. അപ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പമായി. ഈ തട്ടിപ്പെല്ലാം പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഈ വിവാദത്തിനിടെ തന്നെ ഒരു സ്ഥലമാറ്റവും ഒപ്പിച്ചു. ആരോപണ വിധേയനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ 2 ആഴ്ച മുൻപ് ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരം സൗത്ത് സോൺ വിഭാഗത്തിലേക്ക് വിജിലൻസ് ഓഫീസറായിട്ടാണ് മാറ്റിയത്. കള്ളനെ ഏൽപ്പിക്കുന്ന താക്കോൽ ഏതാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. എന്നാൽ ബോർഡിലെ മുഴുവൻ സ്ഥലം മാറ്റങ്ങളും ഇങ്ങനെ വിവാദത്തിലായതോടെ വിഷ്ണുവിനെ വീണ്ടും മുണ്ടക്കയം ഗ്രൂപ്പിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായി മാറ്റുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ കീഴിൽ സഖാക്കൾ കണ്ടുവച്ച ഏറ്റവും വലിയ ധനസമാഹരണം കേന്ദ്രമായിരുന്നു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. പാവങ്ങളായ വിശ്വാസികൾ നൽകുന്ന വഴിപാട് പണവും കാണിക്കയുമെല്ലാം മോഷ്ടിച്ചെടുത്ത് ധനികരായവരാണ് ഇവരിൽ ഒട്ടുമുക്കാൽ ആളുകളും. ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് അപഹരിച്ചതെങ്കിൽ കിട്ടുന്നിടത്ത് നിന്ന് പണവും മോഷ്ടിച്ചെടുത്തു. ഇനി ഈ ക്ഷേത്രങ്ങളിലെല്ലാം വിഗ്രഹവും സ്വർണവുമെല്ലാം ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ദൈവം എന്നത് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സഖാക്കൾക്ക് തന്നെയാണ് ദൈവത്തെ കൊണ്ട് ഗുണം കിട്ടിയതും. ഒന്നല്ല, ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ പേരുകളും ഒപ്പം സഖാക്കളുടെ പേരുകളും.